എല്ലാവർക്കും PSC ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UPSC റാങ്ക് ലിസ്റ്റ് ഒക്ടോബർ 10 എല്ലാ ജില്ലകളിലും വന്നിരിക്കുകയാണല്ലോ. ഇതിനു മുമ്പ് LPST റാങ്ക് ലിസ്റ്റുകളും എല്ലാ ജില്ലകളിലെയും വന്നിട്ടുണ്ടായിരുന്നു. LPST UPST റാങ്ക് ലിസ്റ്റുകളുടെ പ്രത്യേകത ഇത് രണ്ടിനും ഒരേ യോഗ്യത ആയതിനാൽ ഇതിൽ രണ്ടിലും ഉൾപ്പെടാൻ സാധ്യതയുള്ള നിരവധി പേർ ഉണ്ടാകും. ഉദാഹരണത്തിന് LPST വിഭാഗത്തിൽ റാങ്ക് ലിസ്റ്റിലുള്ള പല ആൾക്കാരും പുതുതായിട്ട് വന്നിട്ടുള്ള UPST റാങ്ക് ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അവരുടെ റാങ്കുകൾ വ്യത്യാസമുണ്ടാകും. അതുപോലെ തന്നെ LPSTയിൽ മെയിൻ ലിസ്റ്റിലാണെങ്കിൽ UPSTയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലാവാൻ സാധ്യതയുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, LPST മലപ്പുറം ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പല ആൾക്കാരും മറ്റു ജില്ലകളിലെ UPST റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുവാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് കാസർഗോഡുള്ള ഒരാൾ മലപ്പുറത്ത് LPST എഴുതിയിട്ടുണ്ടാകും, എന്നാൽ UPST അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക കാസർഗോഡായിരിക്കും. അതുപോലെ തിരുവനന്തപുരത്ത് ഉള്ള ഒരാൾ LPST ചിലപ്പോൾ മലപ്പുറത്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക, കാരണം ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലം മലപ്പുറം ജില്ലയായതിനാൽ. പക്ഷേ അവർ UPST ചിലപ്പോൾ തിരുവനന്തപുരത്തായിട്ടുണ്ടാവും എഴുതിയിട്ടുണ്ടാവുക. ഇങ്ങനെ വിവിധ കോമ്പിനേഷനുകളിൽ പല ജില്ലകളിൽ പല റാങ്ക് ലിസ്റ്റുകളിൽ ഒരേ ആൾക്കാർ ഉൾപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് മലപ്പുറം ജില്ലയിലെ LPST റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഏതൊക്കെ ജില്ലകളിലെ ഏതൊക്കെ മെയിൻ ലിസ്റ്റിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിശദമായ ഒരു ലിസ്റ്റ് തന്നെ നമ്മൾ പരിശോധിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇതിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റിലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിയുള്ള എല്ലാ ജില്ലകളിലെയും UPST റാങ്ക് ലിസ്റ്റുമായി LPST മലപ്പുറത്തിൻ്റെ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ചിട്ട് എത്ര LPST മലപ്പുറം ജില്ലയിലെ റാങ്ക് ലിസ്റ്റുള്ള ആൾക്കാർ വിവിധ ജില്ലകളിലെ UPST റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിശദമായ ഒരു ലിസ്റ്റാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നോക്കുക, നമ്മുടെ LPST റാങ്ക് ലിസ്റ്റ് മലപ്പുറത്തിൻ്റെ വന്നിട്ടുള്ളത് 31/5/2025 അതുപോലെ നമ്മുടെ UPST വന്നിട്ടുള്ളത് മലപ്പുറത്തിൻ്റെ തന്നെ UPST വന്നിട്ടുള്ളത് ഒക്ടോബർ 10 ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ കമ്പാരിസൺ ചാർട്ടിൽ ഒന്നാമത്തെ വിഭാഗത്തിൽ കൊടുത്തിരിക്കുന്നതാണ് LPST മലപ്പുറം ജില്ലയിലെ അവരുടെ റാങ്കും അവരുടെ ഡീറ്റെയിൽസുമാണ്. ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിലെ LPST റാങ്ക് 1-ാം റാങ്കുകാരൻ്റെ ഡീറ്റെയിൽസാണ് ഇത്. അവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും അവരുടെ റാങ്കും, അത് അവർ മെയിൻ ലിസ്റ്റിലാണോ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണോ എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേ ആൾ ഈ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് UPST വിഭാഗത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇതേ ആൾ ഏത് ജില്ലയിലെ മെയിൻ ലിസ്റ്റിലാണോ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണോ ഉള്ളത് എന്നുള്ളതും അവരുടെ ആ റാങ്ക് ലിസ്റ്റിലെ റാങ്കും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് LPST വിഭാഗത്തിലെ 1-ാം റാങ്കുകാരൻ UPST മലപ്പുറം ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ 65-ാം റാങ്കുകാരനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി മെയിൻ ലിസ്റ്റ് മാത്രമല്ല നമ്മൾ നോക്കുന്നത്, സപ്ലിമെൻ്ററി ലിസ്റ്റും നമ്മൾ പരിശോധിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റും നോക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് മെയിൻ ലിസ്റ്റാണ്, നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ നമ്മൾ ഏകദേശം മെയിൻ ലിസ്റ്റിൽ നിന്നും 283 പേരാണ് നമ്മൾ വിവിധ ജില്ലകളിലെ ലിസ്റ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ മുതൽ സപ്ലിമെൻ്ററി ലിസ്റ്റാണ്. മലപ്പുറം ജില്ലയിലെ ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിലെ ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 12 ഉള്ള ഒരാളാണ്. അവർ UPST കോട്ടയം ജില്ലയിലെ ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 4-ാം റാങ്കുകാരനാണ്. ഇങ്ങനെ സപ്ലിമെൻ്ററി ലിസ്റ്റ്, അതുപോലെ ഏത് ജില്ലയാണ് അവർ മെയിൻ ലിസ്റ്റാണോ സപ്ലിമെൻ്ററി ലിസ്റ്റാണോ, ഏതാണ് സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്നിങ്ങനെ വിശദമായുള്ളൊരു കമ്പാരിസണാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ മറ്റൊരു പ്രത്യേകത വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. 8-ാം റാങ്കുകാരൻ, LPSTയിലെ 8-ാം റാങ്കുകാരൻ, ഇത് നമ്മുടെ LPST ആണ്. LPSTയിലെ 8-ാം റാങ്കുകാരൻ UPSTയിലും 8-ാം റാങ്കുകാരനായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് നമ്മൾ പരിശോധിക്കുന്നത്. ഇനി ഉദാഹരണത്തിന് ഇവിടെ നോക്കുകയാണെങ്കിൽ 24 മെയിൻ ലിസ്റ്റിൽ LPST മെയിൻ ലിസ്റ്റിലെ 24-ാം റാങ്കുകാരൻ UPST കോഴിക്കോടിലെ EWS സപ്ലിയിൽ 49-ാം റാങ്കുകാരനാണ്.
ഇത് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ളത് അറിയില്ല. ഈ ചില നമ്പറുകൾ ചില ആൾക്കാർക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് NJD അല്ലെങ്കിൽ ഡിലീഷൻ ഒക്കെ വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് അവർ LPSTയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് UPST അഡ്വൈസ് വരുമ്പോൾ അവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ NJD കിട്ടും. അതുപോലെ UPSTയിലാണ് ആദ്യം അഡ്വൈസ് വരുന്നത് എങ്കിൽ നമുക്ക് അവരുടെ ഡിലീഷൻ എഴുതി വാങ്ങാവുന്നതാണ്. ഇനി നമുക്ക് ഈ റാങ്ക് ലിസ്റ്റ് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഇത് നമ്മൾ LPST മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. ഇതുപോലെ മറ്റു ജില്ലകളിലെ LPST റാങ്കുകളും നമുക്ക് ഈ രീതിയിൽ പരിശോധിക്കാവുന്നതാണ്. മൊത്തത്തിൽ നമ്മുടെ കണക്ക് പ്രകാരം 310 പേരാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി ഏതെങ്കിലും ആൾക്കാർ ഇതിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ബോക്സിൽ എഴുതി പറയാവുന്നതാണ്. ആരെങ്കിലും 2 ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ ഒരു കമൻറ്റ് ബോക്സിൽ അവരുടെ നമ്പറുകൾ എഴുതി അറിയിച്ചാൽ അത് ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടും. ഇതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നമ്മൾ വളരെ സമയമെടുത്ത് വിശദമായി ചെയ്തിട്ടുള്ള ഒരു ചാർട്ടാണ്. ഇതുപോലെ മറ്റു ജില്ലകൾ ആവശ്യമുള്ളവർ അവരും കമൻറ്റ് എഴുതി അറിയിക്കുക. ചില സപ്ലികൾ ഉപകാരപ്പെടുന്നതാണ്. ഉദാഹരണത്തിന് 133 റാങ്ക് മലപ്പുറം ജില്ലയിലെ മെയിൻ ലിസ്റ്റ് 133 ഉറപ്പായും ജോലി കിട്ടുന്ന ഒരു റാങ്കാണ്. ഇവർക്ക് UPST മലപ്പുറം ജില്ലയിലെ തന്നെ മുസ്ലിം സപ്ലിമെൻ്ററിയിലെ 2ാം റാങ്കുകാരനാണ്. ഇവർക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മുസ്ലിം സപ്ലിയിൽ നിന്ന് നമ്മൾ റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കുമ്പോൾ മനസ്സിലാകും ഇവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. അതുപോലെ ഇവിടെ EWS സപ്ലി കോഴിക്കോട് ജില്ലയിലെ EWS സപ്ലിയിലെ 2ാം റാങ്കുകാരൻ മലപ്പുറം ജില്ലയിലെ 154ാം റാങ്കുകാരനാണ്. അങ്ങനെ വിശദമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ആൾക്കാർക്ക് ഇതിൽ NJD കിട്ടാൻ സാധ്യതയുണ്ട്, ഏതൊക്കെ ആൾക്കാരിൽ നിന്നും ഡിലീഷൻ വാങ്ങാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാവും. മലപ്പുറം ജില്ലയിലെ LPST റാങ്കിൻ്റെ ഓർഡറിലാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഓരോ ജില്ലയിലെയും UPST റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാരുടെയും ഈ രീതിയിൽ ലിസ്റ്റ് തയ്യാറാക്കാവുന്നതാണ്. ഉദാഹരണത്തിന് UPST മലപ്പുറം ജില്ലയിലെ റാങ്കുകാരിൽ ആരൊക്കെ എവിടെയൊക്കെ LPST റാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ്. കുറേ റൊട്ടേഷൻ ചാർട്ടുകൾ തയ്യാറാക്കാനുണ്ട്. UPSTയുടെ റൊട്ടേഷൻ ചാർട്ടുകൾ തയ്യാറാക്കാനുണ്ട്. LGSൻ്റെ LDCയുടെ ഒക്കെ റൊട്ടേഷൻ ചാർട്ടുകൾ തയ്യാറാക്കാനുണ്ട്. നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഓരോന്നോരോന്നായിട്ട് തയ്യാറാക്കുന്നതാണ്. സപ്ലി ലിസ്റ്റിലുള്ള ആൾക്കാരിൽ നിന്നും നമുക്ക് NJD ഡിലീഷനൊക്കെ വാങ്ങാൻ വേണ്ടി സാധിക്കും. ഉദാഹരണത്തിന് ST വിഭാഗത്തിലെ 34ാം റാങ്കുകാരനെ ഇവിടെ UPST തൃശ്ശൂർ ജില്ലയിലെ
8ാം റാങ്കുകാരനാണ്, സപ്ലിയിലെ 8ാം റാങ്കുകാരനാണ്. അങ്ങനെ മൊത്തത്തിൽ 310 ആൾക്കാരാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആർക്കെങ്കിലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ അറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. എല്ലാവർക്കും നന്ദി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. പല ആൾക്കാരും ഇത് വളരെ സമയമെടുത്ത് തയ്യാറാക്കുന്ന ഒരു ലിസ്റ്റാണ്.